അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പ്രോബ്ലം റൈസ്ഡ് ബൈ വുമൺ വർക്കേഴ്സിലെ വുമൺ വർക്കേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഒന്ന് സെക്സ്വൽ ഹരാസ്മെൻറ്റ്, ലൈംഗികമായിട്ടുള്ള ഹരാസ്മെൻറ്റ് ഫ്രം മെയിൽ വർക്കേഴ്സിൻ്റെ, അതായത് ഒരേ ജോലി സ്ഥലങ്ങളിലാണ് പെണ്ണ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മെയിൽ വർക്കേഴ്സിൽ നിന്നും പലപ്പോഴും സ്ത്രീകൾ ലൈംഗിക പീഡനം അനുഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, മെൻ യൂസ് വൾഗർ ലാംഗ്വേജസ്, ആണുങ്ങൾ പലപ്പോഴും മോശമായിട്ടുള്ള ഭാഷകളൊക്കെ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുക. പിന്നെ റോഡ് അൺപ്ലഷർ റിമാർക്ക് ഇൻ ടോയ്ലറ്റിൽ എന്താണ്, ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്കൂളുകൾ ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ അവിടെ അൺപ്ലഷർ ആയിട്ടുള്ള ഒരു സുഖകരമല്ലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളെ കുറിച്ച് ടോയ്ലറ്റിൽ അവിടെ എഴുതി വെക്കുക. സെക്സ്വൽ ഫ്രം മെയിൽ പേഷ്യൻ്റ്, അല്ലെ നേഴ്സുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. മെയിൽ പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്ന് പലപ്പോഴും സെക്സ്വൽ ഹാരാസ്മെൻറ്റിൻ്റെ ഒരു വിധേയമാകുന്നു ഹെൽത്ത് സെക്ടറിൽ. ഓക്കെ, അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അറ്റൻഡൻസ് അടുത്തുനിന്നൊക്കെ അവിടെ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവരിൽ നിന്നൊക്കെ ഈ നേഴ്സസും മറ്റൊക്കെ എന്താണ് സെക്സ്വൽ ഹാരാസ്മെൻറ്റിന് വിധേയമാവാറുണ്ട്. നെക്സ്റ്റ്, ജോബ് സെക്യൂരിറ്റി ആണ് അടുത്തത്. ജോബ് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന റേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ജോബ് സെക്യൂരിറ്റി. ഇൻസെക്യൂരിറ്റി ഓഫ് ബീങ് ഫയർഡ് ഓർ ട്രാൻസ്ഫേർഡ്, അല്ലേ, പലപ്പോഴും സ്ത്രീകൾ എന്താണ് പലപ്പോഴും സ്ത്രീകൾ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ട്, അരക്ഷിതാവസ്ഥ, സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ. ഒന്നുകിൽ അവർ ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ ട്രാൻസ്ഫർ ആക്കപ്പെടുമോ എന്നുള്ള പേടി, പിന്നെ ജോബ് ലോസ്, ജോബ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, പിന്നെ അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആൻഡ് കരിയർ ഇൻ മെഡിക്കൽ ഫീൽഡിൽ എന്താണ് ഫ്യൂച്ചറിലും പിന്നെ കരിയറിലൊക്കെ ഉള്ള അൺസർട്ടനിറ്റി, എന്താണ് ഒരു സെർട്ടൈൻ അല്ലാത്ത അവസ്ഥ, അതൊക്കെ അവർ ഫിയർ ഓഫ് ട്രാൻസ്ഫർ ആവും എന്നുള്ള പേടി, അതൊക്കെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം. മൂന്നാമത് ലാക്ക് ഓഫ് ട്രെയിനിങ്, വുമൺ ഹാവ് ലിറ്റിൽ ഓർ നോ ആക്സസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പലപ്പോഴും ട്രെയിനിങ് തന്നെ ലഭിക്കുന്നില്ല, ലഭിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച്. ഓക്കെ, ഇൻസെക്യൂരിറ്റി അങ്ങനെ സ്ത്രീകൾക്കിടയിൽ ഈ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് അവർ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറാണ് ഹോം ബേസ്ഡ് വർക്ക് ഉണ്ടാവും, പിന്നെ സെൽഫ് എംപ്ലോയിഡ് വർക്കുകൾ, ഹോം ബേസ്ഡ് സെൽഫ് എംപ്ലോയ്ഡ് അല്ലെങ്കിൽ വേജ് വർക്ക്, സാധാരണ കൂലിപ്പണിക്കാർ, അതൊക്കെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ. വർക്കേഴ്സ് ഹു നോട്ട് ഗെറ്റ് വെൽഫെയർ സ്കീം, അല്ലേ, മെൻഷൻഡ് ഷെഡ്യൂൾ 2008 ഉണ്ടായിരുന്ന ഷെഡ്യൂൾ 2 പ്രകാരമുള്ള അൺഓർഗനൈസ്ഡ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം വെൽഫെയർ സ്കീം ക്ഷേമ സ്കീം ഉണ്ടല്ലോ, അത് ലഭിക്കാത്ത ആളുകൾ അവരാണ് അൺഓർഗനൈസ്ഡ് ടീം എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ പ്രൊവൈഡ് ജോബ് ഫോർ ലാർജ് ഇൻ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ വളരെ ലാർജായിട്ടും വലിയൊരു വിഭാഗം ആളുകൾക്കും ജോലി ലഭിക്കുന്നത് ശരിക്കും അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. 1999-2000 കാലഘട്ടത്തിനിടയിൽ 92% എംപ്ലോയ്മെൻറ്റ് അൺഓർഗനൈസ്ഡ് സെക്ടറിലായിരുന്നു. വേജ് പെയ്ഡ് ലേബർ ഈസ് വേജ് പെയ്ഡ് ലേബറുകൾ, അല്ലേ, വേജ് ലഭിക്കുന്ന ലേബറുകൾ പലപ്പോഴും എന്തല്ല, അവർ യൂണിയൻ്റെ അല്ല എന്നർത്ഥം. പലപ്പോഴും അവർക്ക് യൂണിയൻ ഇല്ല, അവർ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളൊന്നുമില്ല. പിന്നെ അവർ അനുഭവിക്കുന്ന പ്രശ്നം ലോ ഇൻകമാണ്, അവർക്ക് വരുമാനം വളരെ കുറവായിരിക്കും. പിന്നെ സ്റ്റാബിൾ ആവില്ല, ഒരു ജോലി സ്ഥിരമാവില്ല, ജോലി ഉണ്ടെങ്കിൽ തന്നെ കിട്ടിയാലായി, അങ്ങനെ സാധാരണ കൂലിപ്പണിക്കാരൊക്കെ പോലെ. പിന്നെ ഇറഗുലർ, സ്ഥിരമായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല, റെഗുലർ അല്ല. പിന്നെ ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ, ലീഗൽ ആൻഡ് ട്രേഡ് യൂണിയൻ, അല്ലെ, അവരുടെ ഒരു ട്രേഡ് യൂണിയൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻ, നിയമപരമായിട്ടുള്ള സംരക്ഷണമോ ട്രേഡ് യൂണിയനെ പോലെയുള്ള അങ്ങനത്തെ സംരക്ഷണമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലെജിസ്ലേഷൻ ഈസ് ഇൻഎഫക്റ്റീവ്, അല്ലേ, അവർക്കിടയിൽ നിയമ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് വളരെ ഇൻഎഫക്റ്റീവായിട്ടാണ്. അപ്പോൾ അവരുടെ വിഷയത്തിൽ നിയമപരമായിട്ട് അവർക്കൊന്നും ലഭിക്കണില്ല എന്നാണ് പറയുന്നത്. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ വെരി സബ്സ്റ്റാൻഷ്യൽ കമ്പയർഡ് ടു ഓർഗനൈസ്ഡ് സെക്ടർ, അല്ലേ, ഓർഗനൈസ്ഡ് സെക്ടർ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച രൂപത്തിലാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആളുകൾക്ക് അവരുടെ ഇന്ത്യയുടെ എക്കണോമി, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അവരുടെ ഒരു പങ്കാളിത്തം വളരെ, അവരുടെ കോൺട്രിബ്യൂഷൻ സംഭാവന വളരെ വിശാലമാണ്. അതായത് 60%
പിന്നെ ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഇന്ത്യയുടെ ഇൻകമിൻ്റെ 60%, അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. പിന്നെ മാക്സിമം പോയാൽ ഓർഗനൈസ്ഡ് സെക്ടറിന് 50%ഒക്കെ വരാറുള്ളൂ, മറ്റേ 60% വരെ വരാറുണ്ട്. പിന്നെ കാറ്റഗറീസ് ഓഫ് അൺഓർഗനൈസ്ഡ് ലേബർ, 3 തരത്തിലുള്ള ജോലികളെ 3 തരത്തിൽ, പിന്നെ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോലികളെ എന്താക്കാറുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒക്കുപ്പേഷൻ, ജോലി എന്ന അർത്ഥത്തിൽ. അതായത് മിനിസ്ട്രി ഓഫ് ലേബർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിവൈഡഡ് ടു 4 ഗ്രൂപ്പ്സ്, 4 ഗ്രൂപ്പാക്കി മിനിസ്ട്രി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഈ ജോലികളെ 4 തരത്തിലാണ്. ഒന്ന് ഒക്കുപ്പേഷൻ്റെ ജോലി എന്ന അർത്ഥത്തിൽ നോക്കിയാൽ, അതായത് സാധാരണ കർഷകർ, പിന്നെ ഭൂമിയൊന്നുമില്ലാത്ത കർഷകർ, ഫിഷർമാന്, പിന്നെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ, ബീഡി വർക്കേഴ്സ്, പിന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ ഏർപ്പെടുന്ന ആളുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ആളുകൾ ഒക്കെ. പിന്നെ നാച്ചർ ഓഫ് ഒക്കുപ്പേഷൻ, 2 ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് വേറൊരു ടീം. ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ പറയുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ അടിമത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, മൈഗ്രൻ്റ്, കുടിയേറ്റക്കാർ, ഒരു മറ്റൊരു ടീമാണല്ലോ. പിന്നെ മറ്റൊരാളുടെ കീഴിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കുടിയേറ്റം, ഇപ്പോൾ ബംഗാളികൾക്ക് ഇവിടെ ഒന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരാൾ ഗൾഫ് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന അർത്ഥത്തിലൊക്കെയുള്ള നാച്ചർ ഓഫ് ഒക്കുപ്പേഷൻ. പിന്നെ സ്പെഷ്യലി ഡിസ്ട്രസ്ഡ്, പിന്നെ അതായത് ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള കാറ്റഗറി, ഓലെ ഇഴപ്പെട്ട ഡിഡാബേഴ്സാണ് ഒന്ന് പറയുന്നത്, ചെത്തു തൊഴിലാളികൾ. നമ്മൾ പിന്നെ റായിൻ്റെ ഒക്കെ അച്ഛൻ ചെത്തു തൊഴിലാളിയായിരുന്നല്ലോ അല്ലേ. അതായത് കള്ളിച്ചത്തിൻ്റെ തൊഴിലാളികൾ, പിന്നെ സ്കാവഞ്ചേഴ്സ്, പിന്നെ ഈ തോട്ടിപ്പണിക്കാർ, ഈ മലം പിന്നെ കോരുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അനിമൽസിൻ്റെ ഡ്രൈവേഴ്സ് എന്നാണ് പറയുന്നത്, അതായത് കാളവണ്ടിയൊക്കെ ഓട്ടിക്കുന്ന ആളുകൾ. അതൊരു ഡിസ്ട്രസ്ഡ് ആയ ആളുകളാണ്, അതായത് താഴ്ന്ന അർത്ഥത്തിൽ പിന്നെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരുന്ന ആളുകൾ. പിന്നെ 4-ാമത്തെ ഇതിൽ പറയുന്നത് സർവീസ്, സേവനം എന്ന അർത്ഥത്തിൽ കാറ്റഗറി. അതിലൊന്ന് പറഞ്ഞാൽ മിഡ് വൈഫ്സ് ആണല്ലേ. മിഡ് വൈഫ്സ് പറഞ്ഞാൽ വയറ്റാട്ടികൾ ഉണ്ടാവുമല്ലോ, വയറ്റാട്ടികൾ അവർ. പിന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീടുകളൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഗൾഫിലൊക്കെ ഡ്രൈവേഴ്സ് എന്നൊക്കെ പലരും പറയാമല്ലോ, വീടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ആളുകൾ. ഇത്രയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം ക്ലാസ്സിൽ. പിന്നെ നമ്മൾ ആന്ത്രപ്പോളജി പിന്നെ അതന്നെ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകളൊന്നും എല്ലാം യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ അത് ആശങ്ക ഒന്നും വേണ്ട, ഞാൻ തന്നെ ഇൻഷാ അല്ലാഹ് തീർക്കുന്നുണ്ട്. ഓക്കെ, ശരി, അസ്സലാമു അലൈക്കും.